ഇസ്ലാമിൽ നായ നജസാണ് എന്ന് പറയുമ്പോഴും അതിൻ്റെ യാഥാർത്ഥ്യ വശം നമ്മൾ ഉൾക്കൊള്ളണം. നായ നജസാകുന്നത് ഒരാളുടെ ശരീരത്തിലുള്ള നനവോടുകൂടി അതിനെ സ്പർശിക്കുമ്പോഴാണ്, ഇല്ലെങ്കിൽ നായയുടെ നനവുള്ള ഭാഗങ്ങൾ അയാളെ സ്പർശിക്കുമ്പോഴാണ്, അല്ലെങ്കിൽ വസ്തുക്കളെ സ്പർശിക്കുമ്പോഴാണ്. അല്ലാത്ത സന്ദർഭത്തിൽ അതിൻ്റെ രോമങ്ങൾ തൊടുന്നതിനോ അതിനെ പരിപാലിക്കുന്നതിനോ ഇസ്ലാമിൽ വിലക്കില്ല. നജസായ ഘട്ടത്തിൽ 7 തവണ കഴുകണമെന്ന് പറയുന്നത് അത് മനുഷ്യൻ്റെ ആരോഗ്യം കൂടി കണക്കിലെടുത്താണ്. റേബീസ് വൈറസുകൾ അഥവാ പേവിഷം ഉണ്ടാകുന്നത് വളരെയധികം ശ്രദ്ധിക്കണമല്ലോ, ആരോഗ്യം കണക്കിലെടുക്കണമല്ലോ. അതിനു വേണ്ടിയാണ് ഇന്ന് ശാസ്ത്രീയമായി പോലും തെളിയിക്കപ്പെട്ടിട്ടുള്ള മണ്ണ് കൊണ്ട് കഴുകുക എന്ന് പറയുന്ന ഒരു നിബന്ധന ഇസ്ലാം മുന്നോട്ട് വെച്ചിട്ടുള്ളത്. നായകളെ വളർത്താമല്ലോ, കാഴ്ചക്ക് വേണ്ടി ഭംഗിക്ക് വേണ്ടി വീട്ടിൽ വളർത്തുന്നതിനെ ഇസ്ലാം എതിർത്തിട്ടുണ്ട്. പുറത്ത് അതിനെ പരിപാലിക്കുന്നതിന്, അതിന് ഭക്ഷണം കൊടുക്കുന്നതിന്, അതിനെ സ്പർശിക്കുന്നതിനൊന്നും വലിയ തെറ്റ് ഇസ്ലാം നമുക്ക് കാണിച്ചു തന്നിട്ടില്ല. അങ്ങനെ തന്നെയാണ് മഹാന്മാർ പഠിപ്പിച്ചിട്ടുള്ളത്.